ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഈ വ്യാധി നമ്മളെ പിടികൂടിയിട്ടുണ്ടാവും. മാനസിക സംഘർഷങ്ങൾ, ശാരീരിക സംഘർഷങ്ങൾ, മാനസിക തകർച്ച, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, വിഷമങ്ങൾ അമർത്തിപ്പിടിച്ചത് മൂലമുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇങ്ങനെ പലതരത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള സ്ട്രെസ്സിലൂടെയും ആങ്സൈറ്റിയിലൂടെയും ഡിപ്രഷനിലൂടെയും പോകുന്നത്. അമിതമായ ഉത്കണ്ഠയെ സാധാരണ വിളിക്കുന്ന ഒരു പേരാണ് ടെൻഷൻ. മോഡേൺ സയൻസിൽ ഇതിനെ ആങ്സൈറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്ക് ടെൻഷൻ, പരീക്ഷക്കാലമാകുമ്പോൾ അമ്മമാർക്കും കുട്ടികൾക്കും ടെൻഷൻ, മന്ത് എൻഡ് ആകുമ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എല്ലാ ജോലിക്കാർക്കും ടെൻഷൻ. പിന്നീടോ ഈ ടെൻഷൻ ഇങ്ങനെ വളർന്ന് അത് ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കും. വാർദ്ധക്യമായ മുത്തശ്ശനും വൃദ്ധസദനത്തിലാക്കുമെന്നോ അല്ലെങ്കിൽ മരിച്ചു പോകുന്നോ ഒക്കെയുള്ള ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ അസ്വസ്ഥതകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. തോളുവേദന, നെഞ്ചുവേദന, വയറുവേദന, തലവേദന, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ ഇവർ പറയാറുണ്ട്. കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതൽ സ്ത്രീകൾക്കാണ്. പക്ഷേ ഈ വേദന ഒന്നും അവരുടെ തോന്നലല്ല. ഈ വേദനകളൊക്കെ അവർ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഡയഗ്നോസിസ് ചെയ്താലോ അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് പോയാൽ ഒരു കാരണവും കണ്ടുപിടിക്കാനും പറ്റില്ല. വാട്ട് ഈസ് ദ റീസൺ? നമ്മളുടെ ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇച്ഛാഭംഗം, പിന്നെ നമ്മുടെ ചാലഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളികൾ, അതൊക്കെ നേരിടാനുള്ള കഴിവ് നമ്മുടെ കുറയും തോറും ഈ ആദിയുടെ അല്ലെങ്കിൽ ടെൻഷൻ്റെ വിളയാട്ടം കൂടിക്കൊണ്ടേയിരിക്കും. ബിവെയർ.